അപ്പൊ ഞാൻ ഈ മഹാദേവ മനോഹര എന്നുള്ള നാമം ഇങ്ങനെ ആ പാട്ടിനൊപ്പം പാടി വന്നപ്പോൾ എനിക്ക് ആ ഡിവൈൻ പ്രസൻസ് അറിയാം. എൻ്റെ ആ ടെയിൽ ബോണിൽ നിന്ന് മേളിൽ വരെ പെട്ടെന്നൊരു വൈബ്രേഷൻ രണ്ട് കൈയിലോട്ടും സ്പ്രെഡായി. അപ്പൊ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വെറുതെ ഓം നമഃശിവായ ചൊല്ലിക്കൊണ്ട്. അപ്പൊ എനിക്ക് കിട്ടുന്ന വിഷൻ എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ അച്ഛൻ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. പിന്നെ നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. അപ്പൊ 2022 ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ പോയി കാണാൻ പറ്റില്ല. പിന്നെ പോകുമ്പോഴൊന്നും എനിക്ക് അദ്ദേഹത്തെ പോയി കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ആ ആശ്രയിക്കുന്ന ശക്തിക്ക് എന്ന് വെച്ചാൽ നമ്മൾ അന്യായമായിട്ട് വിഷമിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്കൊരു കുറ്റബോധം വരും, പിന്നീട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ കുറ്റബോധം വരാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എനിക്കത് തന്നത്. എത്രയോ പേര് മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുവാ, ഇത് കാണിച്ചാണ് അദ്ദേഹത്തിന്റെ സമയമായി, മരണസമയമായെന്ന് എനിക്ക് വേണ്ടി, എൻ്റെ വിഷമം, എനിക്ക് അങ്ങനെ ഒരു കുറ്റബോധം വരാതിരിക്കാൻ വേണ്ടി, എന്നെ കയറിയാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ കാണിച്ചത്. അപ്പൊ ഞാൻ ഇവരെ വീട്ടിൽ വിളിച്ചു. ആദ്യം ഇവരെ മകനെ വിളിച്ചു. അപ്പൊ മകൻ എടുത്തില്ല. പിന്നെ അവിടുത്തെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അവിടുത്തെ അച്ഛനെ എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ആള് ഉറങ്ങുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ കോൾ കാണിച്ചു. അപ്പൊ കണ്ടു. അതുകൊണ്ട് എനിക്ക് ഇനി ആ കുറ്റബോധം വരത്തില്ല. അത് ഭഗവാൻ അത് സേഫ് ആക്കി. എന്നിട്ട് എന്താ മോളെ പതിവില്ലാതെ രാവിലെ വിളിച്ച് അച്ഛനെ കാണണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു. അപ്പം സാധാരണക്കാരായ ഞാൻ എങ്ങനെ കുഞ്ഞിലെ തൊട്ട് പഠിച്ചിരിക്കുന്ന ബ്രഹ്മാവ് ക്രിയേഷൻ, വിഷ്ണു കർമ്മം, മഹാദേവൻ മുക്ത്, മരണസമയം. അതാണ് നമ്മൾ സാധാരണ ഹിന്ദുക്കൾ വിചാരിച്ചിരിക്കുന്നത്. ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ ആ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു അച്ഛനോട് ഓം നമഃശിവായ ചൊല്ലാൻ. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പൊ അല്ലാതെ ഭഗവാൻ തന്ന ഇൻസ്ട്രക്ഷൻ അല്ല അത്, ഓം നമഃശിവായ ചൊല്ലാൻ എന്നുള്ളത്. ഭഗവാൻ എനിക്ക് വിഷൻ തന്നേ ഉള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അച്ഛനെ കാണുന്നില്ല. പിന്നീട് അതായത് മരണം അടുത്തുനിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ തന്നെ. പക്ഷെ ഞാൻ അവർക്കത് പാസ് ചെയ്യണം. ഉടനെ എനിക്ക് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഇങ്ങനെ കണ്ടു, ആളുടെ മരണം അടുത്ത് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്ന നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇൻഡയറക്ട്ലി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അയ്യോ അച്ഛൻ വലിയ കൃഷ്ണഭക്തനാണല്ലോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഓം നമഃശിവായ ചൊല്ലിക്കോട്ടെ. ഞാൻ അവർക്കൊരു ഇൻഡയറക്ട്ലി ഒരു സൂചന കൊടുത്തത് സത്യം. എന്നിട്ട് ഞാൻ കണ്ട സ്വപ്നവും പറഞ്ഞു. ഞാൻ അപ്പൂപ്പനെ കാണുന്നില്ല, അതുകൊണ്ടാണ്. അവർക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്ത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞപ്പോ ഇവരുടെ മകൻ വിളിച്ചു. ഞാൻ ആ മകനോടും പറഞ്ഞു ഇങ്ങനെ ഇത് സെയിം പോലെ തന്നെ പറഞ്ഞത്, അല്ലാതെ മരണം അടുത്തതൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോ ഞാനപ്പോ ഈ ചേട്ടനോടും പറഞ്ഞു ഇതുപോലെ. അവർക്കത് എത്രമാത്രം ആ മെസ്സേജ് കിട്ടിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല ജിനു. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോ എൻ്റെ ബ്രദർ എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഇതുപോലെ അവിടുത്തെ അച്ഛൻ മരിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു, ഇതെനിക്കറിയാം, 2 ആഴ്ച മുമ്പേ ഞാൻ അവരെ ഇൻഫോം ചെയ്തതുമാണ്. അത് അവർക്ക് എത്രമാത്രം മനസ്സിലായി എന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചു ചേച്ചിക്ക് ഞാൻ അറിയാം. ഞാൻ പറഞ്ഞു അത് അവരോട് ചോദിച്ചാൽ മതി. അവർ ഇൻസിഡന്റ് നടന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഞാൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ നീ തന്നെയല്ലേ പറഞ്ഞ എല്ലാം ഒരാള് തന്നെ പല പല രൂപം എടുത്താണ്. അപ്പൊ അതെന്താ അവിടെ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് ഇതിൽ കണക്ഷൻ മനസ്സിലാവുന്നില്ല. അപ്പൊ ഭഗവാൻ കാണിച്ചു തന്നൊരു കാര്യമാണ്, സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ബന്ധിപ്പിക്കുന്ന കാരണശരീരം. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പ്രാണൻ എന്ന് മാത്രം. അത് മാത്രമാണ് കാണിച്ചത്. അതപ്പോ എനിക്ക് മനസ്സിലാകാത്തോണ്ട് അതിനെ പറ്റി വിശദീകരിക്കുന്ന, ഞാൻ മൊബൈൽ എടുത്തപ്പോ വിശദീകരിക്കുന്ന വീഡിയോ കിടക്കുന്നത്. അപ്പൊ അതെനിക്ക് പഠിക്കണം. അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ജിനു, ഈ പുറമേ കാണുന്ന എല്ലാ യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ ഫോം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതില് അവര് പറഞ്ഞത് എന്താ വെച്ചാല്, ഞാനൊന്ന് നോക്കിയോട്ടെ. ബ്രഹ്മാവ് ബുദ്ധി, ക്രിയേഷൻ ഓഫ് തോട്ട്സ്. വിഷ്ണു മനസ്സ്, മഹാദേവൻ പ്രാണൻ. ഈ ക്രിയേഷൻ ഓഫ് തോട്ട്സിനെ ബുദ്ധി, ബ്രഹ്മാബുദ്ധി, അദ്ദേഹം ആ തോട്ട്സിനെ മനസ്സിലോട്ട് കൊണ്ടുവരും. അതായത് മഹാവിഷ്ണുവിന്റെ അടുത്തോട്ട് കൊണ്ടുവരും. ബുദ്ധി ഉപയോഗിച്ചുണ്ടാക്കുന്ന ചിന്തകളെ മഹാവിഷ്ണു എന്ന മനസ്സിലോട്ട് കൊണ്ടുവന്ന് അതിനെ പ്രോസസ് ചെയ്യുന്ന ആളാണ് പ്രാണൻ. ഇത്രയും നോളജാണ് അതിന്റെ അന്ന് എനിക്ക് മനസ്സിലായത്. അത് എന്നെ പഠിപ്പിച്ചു. അതാണ് സംഭവം. അപ്പം ഞാൻ ആ ഭഗവാൻ പറയാതെ തന്നെ ഓം നമഃശിവായ ചൊല്ലുക എന്നുള്ള ഇതെന്ന് വെച്ചാല്
പ്രാണൻ പോയാൽ ശവമായി, നമ്മുടെ ഉള്ളിലെ ശിവൻ പോയാൽ ശവമായി. അത് അത് ഞാൻ അറിയാതെ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഓം നമഃ ശിവായ. പക്ഷെ എനിക്ക് അത്രയും ഡീപ്പായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അത് എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കറിയാം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭഗവാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രീത്തിങ് എക്സസൈസ് പഠിക്കണം. എപ്പോഴും എന്ത് സബ്ജക്റ്റ് വരുമ്പോഴും പറയുന്നുണ്ട് ബ്രീത്തിങ് എക്സസൈസ് ട്രെയിൻ ചെയ്യാൻ പറഞ്ഞു. അതാണ് പ്രാണായാമം ചെയ്യാൻ. അങ്ങനെ തന്നെ ശരിയാ പറഞ്ഞു, അങ്ങനെ തന്നെ ഭഗവാൻ പറഞ്ഞു. അപ്പം അത് പഠിക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതിനെ പറ്റിയൊന്നും ശരിക്കും അറിയത്തില്ല. അപ്പം എപ്പോഴും ഉള്ള പോലെ തന്നെ യൂട്യൂബ് ചാനൽ അങ്ങനെ വന്നാണ് ദേവരാജൻ സാറിന്റെ ഓൾട്ടർനേറ്റ് നോസ്ട്രൽസിന്റെ ആ വീഡിയോ ആണ് എന്റെ മൊബൈലിൽ വന്നത്. അങ്ങനെയാണ് സിംഹത്തിന്റെ മടയിൽ എത്തിപ്പെട്ടതല്ലേ? അതെ, ഭഗവാൻ എത്തിച്ചതാണ്, അല്ലാതെ എനിക്കറിയത്തില്ലെന്നും. അപ്പൊ കൃത്യമായിട്ട് ഓൾട്ടർനേറ്റ് നോസ്ട്രൽസ് ആണ് ആ സാറ്. ഞാൻ പിന്നെ നോക്കിയപ്പോ സാറ് കുറെ ബ്രീത്തിങ് എക്സസൈസ്, പക്ഷെ ഇതാണ് എനിക്ക് തന്നത് നാഡീശുദ്ധി എക്സസൈസ്, നാഡീശുദ്ധി പ്രാണായാമം. അത് ഞാൻ കേൾക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ജിമ്മിൽ പോകുമ്പോ കേൾക്കാൻ തുടങ്ങി. അത് കുറച്ച് നേരമേ ഉള്ളൂ. കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാറിന്റെ വേറൊരു വീഡിയോ ആണ്. അതിലൊരു അമ്മ എന്തോ അവർ എക്സ്പീരിയൻസ് പറയുവാണ്. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ കേൾക്കുന്ന വെച്ചാൽ സമയമായി നിനക്ക് പറയാൻ, ലോകത്തോട് വെളിപ്പെടുത്താൻ സമയമായി. അപ്പം ഞാൻ പെട്ടെന്ന് ഓഫാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എന്താ എനിക്കത് മനസ്സിലാവുന്നില്ല, എന്ത് വെളിപ്പെടുത്താനാ? അതായത് എൻ്റെ ഇത്രയും വരെയുള്ള ജേർണി എനിക്ക് ലോകത്തിനോട് പറയാൻ സമയമായി എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ജിനു, ഈ ഭഗവാൻ എനിക്ക് വേണ്ടി ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ബ്രഹ്മമുരളിക എന്നുണ്ട്. ഞാൻ അതിലൊന്നും വന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. ആകെ ഈ ഏകാദശി വരുമ്പോൾ വിളക്കത്തിച്ചിടുന്നതും എന്തെങ്കിലും നാമങ്ങളൊക്കെ ചൊല്ലും. ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെ അപ്പൊ ഒരുപാട് എനിക്കറിയാവുന്ന ആൾക്കാർ പറഞ്ഞു അതിൽ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കണം. ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അല്ലാത്തൊരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ പോലും ഞാൻ ആക്റ്റീവ് അല്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇപ്പൊ ജിനു തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ജിനുവിന് സംശയം തോന്നാം, മേ ബി ഇത്രയും പറഞ്ഞൊക്കെ ശരിയായിരിക്കുമോ എന്ന്. വെച്ചാൽ അത് ആരെയും കുറ്റമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതുപോലെ ചാനൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ ഉള്ള ഒരാളാണ്. അത് ഒരു ട്രഡീഷൻ വേറെയാണെന്നേ ഉള്ളൂ, സിദ്ധ ട്രഡീഷനാണ്, സിദ്ധന്മാരുമായിട്ട്. അപ്പം എനിക്ക് മനസ്സിലാവും ഏറെക്കുറെ കാര്യങ്ങൾ. കാരണം എൻ്റെ ലൈഫിൽ ഇതുപോലത്തെ ഒരുപാട് ചാനൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. ഞാനത് പുറത്ത് പറഞ്ഞിട്ടില്ലെന്നേ. ഇതിപ്പം ലക്ഷ്മി പറയുക. അപ്പൊ ഭഗവാൻ എന്നെ എത്തിച്ച രണ്ടുപേരും, അതിപ്പം ദേവരാജ് സാർ ആണെങ്കിലും ജിനുവിന്റെ അടുത്താലും എത്തിച്ചത് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരടുത്ത് തന്നെ എത്തിച്ചത്. ഇപ്പൊ ജിനു പറഞ്ഞല്ലേ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരോട് പറഞ്ഞാലേ കേട്ടോണ്ടിരിക്കാൻ അവർക്കും ഒരു ആകാംക്ഷ തോന്നത്തുള്ളൂ. ജിനു പറഞ്ഞപ്പോ എനിക്കത് തോന്നുന്നു, മനസ്സിലായ ഒരു കാര്യം. അപ്പൊ ഇത് വെളിപ്പെടുത്താം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊന്നും പറയത്തില്ല. എന്ന് വെച്ചാൽ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് പോലും എന്നെ സംശയമാണ് പല സമയത്തും, ഇതൊക്കെ എനിക്ക് റിയൽ ആണോ എന്നുള്ളത്. പിന്നാണ് ഒരാൾക്ക് ഇപ്പൊ ഇദ്ദേഹത്തിനെ വിളിക്കണം, ഈ ദേവരാജ സാറിന്. എനിക്ക് പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ജിമ്മിൽ പോകുമ്പോ അത് കേൾക്കും, ആരാണോ ആരെ വീഡിയോ ആണോ ആര് പറയുന്നൊന്നും എനിക്കറിയത്തില്ല, ആളുടെ പേരും എനിക്കറിയത്തില്ല. അപ്പം ഇതിങ്ങ് ശക്തമായിട്ട് വരുക, ഇത് പറഞ്ഞേ പറ്റൂ എന്നുള്ള വരുക നമുക്ക്. അപ്പൊ ഞാനത് അദ്ദേഹത്തിനെ കേൾക്കാതെയായി. എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ നമ്മൾ വേണ്ടാന്ന് വിചാരിക്കും തോറും അതിനപ്പുറം ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ തന്നെ ഒരു ടൈം ലിമിറ്റ് വെച്ചു. ഓക്കെ, ഞാൻ ഇതുവരെ ഷഷ്ടി നോയമ്പ് എടുത്തിട്ടില്ല, നവംബറിലെ ഒരു 6 ദിവസത്തെ നോയമ്പ് എടുക്കാം, അത് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. ഞാൻ ഓരോ ലിമിറ്റ് വെക്കുക. ഇങ്ങനെ ദേവരാജൻ ചേട്ടന്റെ എൻട്രി ഞാനുമായിട്ടുള്ളതും ഇതുപോലെയായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴും ജിമ്മിലും ഒക്കെയാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ സ്കൂളിൽ കേട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മലയാളം വീഡിയോസ്, കാരണം ഈ പ്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് കഴിവതും അവോയ്ഡ് ചെയ്യും മലയാളം വീഡിയോസ് കൂടുതൽ. അത് മാത്രമല്ല, എൻ്റെ ദീക്ഷയെല്ലാം വാരണാസി, ജയ്പൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് വന്നു. അപ്പോൾ ഞാൻ ഒറ്റ ഒരെണ്ണം കേട്ടതേ ഉള്ളൂ. എനിക്ക് സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഒരു വീഡിയോ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് വരുവാണ് എൻ്റെ ഇതിലേക്ക്, ടൈം ലൈനിലേക്ക്. അപ്പം ഞാനപ്പോൾ ആദ്യം വിചാരിച്ചു ഏതെങ്കിലും സാധാരണ ഇവിടെ അറിയാമല്ലോ മലയാളത്തിലെ വീഡിയോസ്,
അതുപോലത്തെ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ സ്പിരിച്വൽ ഫോർ ദ നെയിം സേക്സ് കൊമേഴ്ഷ്യൽ സ്പിരിച്വൽ വീഡിയോസ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻട്രി ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസും തിരിച്ച് പറയുന്നുണ്ട്. ആ പറയുന്ന ഒരൊറ്റ വേർഡിൽ തന്നെ പുള്ളിയുടെ ആ ഒരു കാലിബർ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അന്നേരം തന്നെ ഒരു മെസ്സേജ് ഇടുവാണ് ആ വീഡിയോയുടെ അതിൽ തന്നെ, ആ കമൻറ്റിൽ തന്നെ. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇടുവാണ് ക്യാൻ വി ടോക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ട്. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ തിരിച്ച് വിളിക്കുക, ബ്ലൂടൂത്തിൽ സംസാരിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ട്, നല്ല നല്ല ഗുരുക്കന്മാരെ കൊണ്ടുവരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളി പെട്ടെന്ന് പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ ചെയ്ത് കളയാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ പുറത്താണ്, എനിക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കും ഞാൻ വീട്ടിൽ വരാൻ, എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മിനിറ്റ് വന്നു. അവിടുന്ന് തുടങ്ങിയതാണ് 15 എപ്പിസോഡ് നമ്മൾ ചെയ്തു. അങ്ങനെ പോയി. അപ്പോൾ ശരിക്കുള്ള, ഞാൻ പറഞ്ഞില്ലേ, ശരിക്കുള്ള സ്പിരിച്വൽ ആൾക്കാർ ഇങ്ങനെയാണ്. ആ ഒരു കൊമേഴ്ഷ്യൽ സെറ്റപ്പോ വലിയ ഇതോ, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫോളോവേഴ്സ് കുറവായിരിക്കും. അങ്ങനെ അവരെ ആരെയും ഫോളോ ചെയ്യാറില്ല, കാരണം അവരുടെ എല്ലാം ഡ്രൈ സബ്ജക്റ്റുകളാണ്, എന്റർടൈൻമെന്റ് കുറവാണ്. തുറന്നോ? പക്ഷെ ഫോളോവേഴ്സ് കുറവാ നല്ലത്, അതിന് യോഗ്യത ഉള്ളവർ വന്നാൽ മതി. മതി മതി, അതാണ് എന്റെ പോളിസി. അതാണ്. തുറന്നോളൂ. അപ്പം ഈ 6 ദിവസത്തെ ഷഷ്ടി എടുക്കാം, തീരുമാനിക്കാം. ഞാൻ ഓരോ മുടക്കം കണ്ടുപിടിക്കുക ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ഷഷ്ടിക്ക് മുമ്പ് കുറച്ച് ദിവസമായി. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ ഭഗവാനെ, എനിക്ക് ഓർമ്മയില്ലല്ലോ, എന്തുമാത്രം കാര്യങ്ങൾ കടന്നുപോയി, എനിക്ക് എങ്ങനെ ഓർമ്മയില്ലല്ലോ. അപ്പൊ ഭഗവാൻ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ നമ്മൾ ഫിലിം കാണുന്ന പോലെ തന്നെ എൻ്റെ കുഞ്ഞുനാളെ തൊട്ട് അന്ന് ആ നിമിഷം വരെയുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നു. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ റഫ് പേപ്പറിലാണ് സ്പീഡിൽ മറക്കാതെ എഴുതുവാണ്. എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു, അയ്യോ ഇത്രയും എൻ്റെ ലൈഫിൽ നടന്നതാണോ ഭഗവാനെ, ഇതിപ്പോ എനിക്ക് തന്നെ സംശയം തോന്നുന്നല്ലോ, ഇതൊക്കെ കള്ളവാന്ന്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഭഗവാനെ, ഞാൻ പറയുന്നില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞൊരു കാര്യം, നിന്നെ പോലെ ഒരുപാട് പേരെ ഞാൻ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നു. പലരും ഇതുപോലെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. ഇത് സത്യമാണോ അതോ നമ്മുടെ തോന്നലുകളാണോ? പലരും മെഡിക്കൽ സൈഡിൽ പോയി മെഡിസിൻ എടുത്തു തുടങ്ങിയവരും ഉണ്ട്. പിന്നെ ചിലരെന്ന് വെച്ചാൽ ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ഉണ്ട്. ശരി, ഞാൻ എന്നെ പോലുള്ളൊക്കെ ഭഗവാൻ കൈ പിടിച്ചു കൊണ്ടുവന്ന ആ ഹോപ്പ്ലെസ്സിൽ നിന്ന്. അപ്പൊ ആ ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഒരു പ്രതീക്ഷയാണ് എന്നെ പോലുള്ളവർ വന്ന് പറയുമ്പോൾ. അതും പ്രത്യേകിച്ച് വിശ്വാസം ഇല്ലാത്തിരുന്ന ഞാൻ ആ വിശ്വാസത്തിൽ വന്ന് അനുഭവിച്ചു വരുമ്പോൾ. അപ്പൊ ഇതില് എന്നെ ആരെങ്കിലും നെഗറ്റീവ് പറയും, ഭഗവാൻ തന്നെ പറഞ്ഞ കാര്യം, നെഗറ്റീവ് പറയോ പോസിറ്റീവ് പറയോ, ഞാൻ ഇല്ലെന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ട്. ഇതിൽ അതല്ല ഞാൻ നോക്കുന്നത്. എനിക്ക് ആളുകളിൽ എത്തിക്കണം. ഈ കാലത്ത് ഈവളുടെ പവർ എത്രമാത്രം കൂടുന്നുണ്ടോ അതിനേക്കാൾ ഉയരത്തിൽ എൻ്റെ ശക്തിയും കൂടി വരുന്നുണ്ട്. അതായത് എൻ്റെ ഒരു ആർമിയും ഞാൻ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നാണ് അദ്ദേഹം. അത് ഞാനൊന്ന് അറിയിക്കണം, അത്രയേ ഉള്ളൂ. അത് ആർക്കൊക്കെയോ വേണ്ടിയുള്ള മെസ്സേജുമാണ്. ഞാൻ പോലും അറിയാത്ത ഏതൊക്കെയോ ലോകത്തിന്റെ എവിടെയൊക്കെയോ ഇരിക്കുന്നവർക്കുള്ള മെസ്സേജ്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി പറയാം. പക്ഷെ പിന്നീട് രാവിലെ ആകുമ്പോൾ ജിനു എനിക്ക് ഭയമാണ്. ആളുകളെയാണ് എനിക്ക് ആളുകളെ എന്നെ പറയുന്നതല്ല ഭയം, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഭഗവാനെ വല്ലതും പറയുമെന്നുള്ളതാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ. അപ്പൊ ഓരോ ദിവസവും ഓരോ കാരണങ്ങളാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ മുടക്കാൻ. അങ്ങനെ ഷഷ്ടി നോയമ്പ് ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പം വൈകിട്ട് രാത്രി ആയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ വിളിച്ച് ചോദിക്കുമ്പോൾ വലിയ ഭഗവാൻ സമ്മതിക്കാത്തത്. എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ട് ദുർഗാമ്മയോട് ഞാൻ ചോദിക്കും, അമ്മേ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലൊരു കാര്യം വെളിപ്പെടുത്തിയാൽ പോരെ? അന്നേരവും കാണും ഇതുപോലത്തെ ഒക്കെ സ്പിരിച്വാലിറ്റി പറയുന്ന ആളുകൾ. അപ്പൊ കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ് സ്കൂളിൽ കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് റെസ്പോൺസ് ഇല്ല. ആള് സൈലന്റ് ആയി. ഭഗവാൻ എന്നോട് റെസ്പോണ്ട് ചെയ്യുന്ന സൈലന്റ് ആയി. ആദ്യമായിട്ടാണ് ആള് തരുന്ന ഒരു ഡ്യൂട്ടി ഞാൻ ചെയ്യാൻ മടി കാണിക്കുന്നത്. ആള് സൈലന്റ് ആയി തുടങ്ങി. ആൾക്കറിയാം എനിക്കത് ഭയങ്കര, എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എൻ്റെ ഭഗവാൻ പ്രസൻസ് കാണിക്കാതിരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും തരുന്ന വലിയൊരു പണിഷ്മെന്റ്. അതിൽ കൂടുതലൊരു പണിഷ്മെന്റ് എനിക്കില്ല തരാൻ. സൈലന്റ് ആയി തുടങ്ങിയപ്പോൾ എനിക്ക് സങ്കടമായി തുടങ്ങി. അപ്പം ഒരു ദിവസം ഈ ഷഷ്ടിയുടെ സമയത്ത് തന്നെയാണ്. പിന്നെ ഒരു ദിവസം എൻ്റെ മോളെ വിളിക്കാൻ സ്കൂളിൽ പോകും. അപ്പൊ എൻ്റെ മോൻ അന്ന് പോയിട്ടില്ല, മോൻ വീടിനകത്തിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ കാർ എടുത്തിട്ട് വരാം, മോൻ വന്നു കഴിയുമ്പോൾ മോനെ കാറിൽ കയറ്റാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്തോട്ട് ഇറങ്ങി കാർ എടുക്കാൻ ഷെഡിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഉറക്കെ സംസാരിക്കുകയാണ്,
ഭഗവാനെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതൊക്കെ ഞാൻ ഈ ഒരു കലിയുഗത്ത് സമയത്ത് ഇത്രയും ടെക്നോളജിയൊക്കെ വളർന്നിരിക്കുന്ന സമയത്ത് ഞാൻ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യരെ വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്കത് ഭയങ്കര വിഷമമാവും എന്ന് ഞാൻ ഉറക്കെയാണ് പറയുന്നത്. പറഞ്ഞ് കാറ് കയറി തിരിച്ചു വന്ന് മോനെയും വിളിച്ചകത്ത് കയറി ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ എൻ്റെ മകന് സംസാരിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ആ ഒരു സബ്ജക്റ്റ് 6 വയസ്സുള്ള ഒരു കുട്ടി സംസാരിക്കുന്ന സംസാരവും അല്ല അന്നേരം സംസാരിക്കുന്നത്. എനിക്ക് ഭഗവാൻ റെസ്പോണ്ട് ചെയ്യുവാണ് അവനിലൂടെ. അമ്മ, ഞാൻ നരസിംഹമൂർത്തി അവതാരം ആ ഫിലിം നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടില്ലേ, അതുകൂടാതെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ കൂടെ പോയി കണ്ടു. അപ്പൊ അവിടുത്തെ കുട്ടികൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതുപോലൊരു വേഴ്സ്റ്റ് സിനിമയില്ല എന്നാണ് അത് പറഞ്ഞത്. അപ്പൊ ഞാൻ ഉടനെ ചോദിച്ചു, മോനെന്താ അത് അവരെ തിരുത്താഞ്ഞത്? അപ്പൊ അവൻ ഉടനെ തരുന്ന ഉത്തരം എനിക്കറിയാം, അത് ഭഗവാൻ തന്നാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ, സ്പിരിച്വാലിറ്റി പോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസസ് ചെയ്യാത്തിടത്തോളം കാലം അങ്ങനെ ഇല്ല എന്ന് പറയുന്ന ആളുകളോട് തർക്കിക്കാൻ പോകും. അവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണം. അങ്ങനെ പലരും പറയും, പക്ഷെ എക്സ്പീരിയൻസസ് വരാത്തിടത്തോളം കാലം നമ്മൾ അവരോട് തർക്കിക്കാനും പോകില്ല, അവരോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല അവരോട്. അതാണ് എനിക്ക് ഭഗവാൻ ഉത്തരം തന്നെ അവന് കൂടെ. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഭഗവാനാണ് സംസാരിച്ചാൽ ഒരു 6 വയസ്സുകാരൻ പറയുന്ന സംസാരമല്ല അവിടെ വന്നത്. അതുമല്ല ആ ടോപ്പിക് അവിടെ വരേണ്ട കാര്യവും ഇല്ല അവിടെ. അത് കഴിഞ്ഞ് ഷഷ്ടി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ, അതായത് ദേവരാജൻ സാറിനെ വിളിക്കേണ്ട ദിവസം വന്നു. എനിക്ക് 3-4 ദിവസമായി ജിനു, എൻ്റെ ഉള്ളിൽ സൈലൻസ് ആണ്. പുറമേ ഞാൻ എല്ലാവരും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് ഉള്ളിൽ ഭയങ്കര സൈലൻസ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഭഗവാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഭഗവാന്റെ പ്രസൻസ് കംപ്ലീറ്റ് ഇല്ലാതാക്കിയത് മാതിരി. ഈ ജോലി ചെയ്യാതെ ഞാൻ ഇനി വരത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് ഭയങ്കര ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത്. അതുവരെ എൻ്റെ കൂടെ ഒരാളുണ്ട്, ഫുൾ ടൈം സംസാരിക്കുവാണ്, 24 hours എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പ്രസൻസ് ഇല്ലാതെ വരുവാണ്. അപ്പൊ ഞാൻ അതിനനുസരിച്ച് സൈലന്റ് ആയിട്ട് വരുവാണ്. രാവിലെ ആയപ്പം ഷഷ്ടി പിറ്റേ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പിണങ്ങണ്ട, ഞാൻ വിളിക്കാൻ പോയിരുന്നു ദേവരാജൻ സാറിനെ, പിണങ്ങണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതേണ്ട ഞാൻ വിളിക്കും, 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു തീർക്കും. ആൾക്ക് മനസ്സിലാവുമോ മനസ്സിലാവാതിരിക്കുമോ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ഒട്ടും സംസാരിക്കത്തില്ല. ഇങ്ങനെ തന്നെ പറഞ്ഞു, ഒട്ടും സംസാരിക്കത്തില്ല. ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ പോയിട്ടായിരുന്നു പറയുന്നത്, സംസാരിക്കത്തില്ല. പിന്നെ എന്ത് മെസ്സേജ് ആണെങ്കിലും ഞാൻ പറയാനുള്ള പെട്ടെന്ന് പറഞ്ഞു തീർക്കും, എൻ്റെ പേര് പോലും പറയത്തില്ല. ഇങ്ങനെ പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഒരു സമയം ഞാൻ വെച്ചു, ഒരു 12 മണിയൊക്കെ, ഇവിടുത്തെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കാം. അപ്പോൾ എൻ്റെ അനിയൻ വിളിക്കും. ഒരു 3 ദിവസത്തിന് ശേഷം ഭഗവാൻ എൻ്റെ അനിയനെ കൂടെ റെസ്പോണ്ട് ചെയ്യുവാണ്. അനിയൻ്റെ റിസർച്ചിന്റെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവനൊരു സബ്ജക്റ്റ് പറഞ്ഞു. അപ്പത്തൊട്ട് എൻ്റെ ഭഗവാനാണ് സംസാരിക്കുന്നത്, അനിയനല്ല സംസാരിക്കുന്നത്. നമുക്കൊരാളെ വിളിച്ചൊരു കാര്യം പറയണമെങ്കിൽ ആളെ വിളിക്കുക, വിളിച്ചിട്ട് ആൾക്ക് ഇൻട്രസ്റ്റ് സമയമുണ്ടോ നോക്കുക. സമയമില്ലെങ്കിൽ പിന്നെ വിളിക്കാം, ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറയാം. ഇല്ലാതെ വെറുതെ കാര്യം ചെയ്തു കഴിഞ്ഞു എന്ന് തീർക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യരുത്. ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ആ ഓപ്പോസിറ്റ് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആ മെസ്സേജ് ക്ലിയർ ആയിട്ട് കിട്ടുന്ന പോലെ ജോലി ചെയ്യാമെങ്കിൽ ജോലി ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യരുത് എന്ന് എൻ്റെ അനിയൻ അവന്റെ വർക്കിന്റെ കാര്യം പറയുന്നത്. പക്ഷെ ഇത് എൻ്റെ അടുത്ത് ഭഗവാനാണ് സംസാരിക്കുന്നത്. ബിക്കോസ് അതിനോട് ഞാൻ മുമ്പേ അതിന് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ദേവരാജൻ സാറിനെ വിളിക്കുക. സാറിനെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് പറയുന്നില്ല, എൻ്റെ സ്ഥലം പറയുന്നില്ല. വെപ്രാളം പിടിച്ച് ഞാനിപ്പോൾ ഈ ജിനുവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലൊന്നും അല്ല, ഞാൻ പെട്ടെന്ന് കാര്യം പറയാം. 1/2 മണിക്കൂർ സംസാരിച്ച് വെക്കാറായപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, സാറ് ഇൻട്രസ്റ്റ് കാണിച്ചില്ല ഞാൻ കട്ട് ചെയ്യുന്നു. സാർ ഉടനെ ഇങ്ങോട്ട് പറയുന്നത്, നിങ്ങളുടെ കോള് നിങ്ങളെ പോലുള്ള ഒരാൾ വിളിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്, എനിക്കൊരു മെസ്സേജ് വരാനുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു, അത് നിങ്ങളിൽ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ എന്തോ ഒരു മെസ്സേജ് സാറിന് വരുമെന്ന് സാറിന് മുൻകൂട്ടി അറിയാമായിരുന്നു, അത് നിങ്ങളിൽ കൂടെ വരുന്നുണ്ടെന്ന്. രണ്ടാമത് സാറ് പറഞ്ഞു, ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ, എനിക്കൊന്ന് ദേഹശുദ്ധി, രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ, അപ്പൊ ദേഹശുദ്ധി കഴിഞ്ഞിട്ട് വരാം. എന്താ വെച്ചാൽ ഞാൻ ഒരു സാറ് ചില കാര്യങ്ങൾ ഞാൻ അനുഭവിച്ച പോലെ ചില കാര്യങ്ങൾ സാർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം ഇതുപോലത്തെ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു സംഭവം കേൾക്കുക, അതുകൊണ്ട് ഞാൻ ദേഹശുദ്ധിയൊക്കെ ചെയ്തിട്ട് വരാമെന്ന്. ശരിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സമാധാനമായി. ഓക്കെ, ആൾക്ക് താല്പര്യമുണ്ട്, ഇതിൽ കുറച്ച് വിശ്വാസവും ഉണ്ട്. ആള് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വിളിച്ചു പറഞ്ഞു, എന്താണെന്നറിയത്തില്ല ലക്ഷ്മി, ഇത് ആദ്യത്തെ സംഭവമാണ്, എൻ്റെ ഇന്റർവ്യൂവിൽ ആദ്യത്തെ സംഭവമാണ്. 1/2 മണിക്കൂർ ഞാൻ റെക്കോർഡ് കാണിച്ചതുമാണ്, പക്ഷെ റെക്കോർഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ പേര്, സ്ഥലം ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഭഗവാൻ പറഞ്ഞത് കംപ്ലീറ്റ് വെളിപ്പെടുത്തണമെന്ന്. അങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത്. സാറിൻ്റെ അടുത്ത് കംപ്ലീറ്റ് എല്ലാം കാര്യം പറഞ്ഞപ്പോൾ 2 കാര്യം കൂടെ ഉണ്ട്. സാറിൻ്റെ കാര്യങ്ങൾ 2 കാര്യങ്ങൾ. ഒന്നിൽ ഞാൻ ഇപ്പൊ ജിനുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അഹല്യാസ്തുതി നഷ്ടപ്പെട്ടു പോയി, പിന്നീട് കിട്ടിയ കാര്യം.
ഉം. സാറിന്റെ അടുത്ത് അഹല്യാസ്തുതി നഷ്ടപ്പെട്ടു പോയപ്പോൾ പിന്നീട് കിട്ടിയ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പൊ എന്റെ ഉള്ളില് ഭഗവാൻ പറയുന്നുണ്ട്, പറയണം പറയണം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടം ആളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അതായത് ആള് വന്ന് എനിക്ക് അഹല്യാസ്തുതി കാണിച്ചു തന്നതൊക്കെ ഒന്ന് പറയണം, ആൾക്ക് സ്വയമേ ഒന്ന് ആനന്ദിക്കണം. അപ്പൊ ഞാനിപ്പോ ഉള്ളിൽ പറയുന്നുണ്ട്, ഇല്ല ഭഗവാനെ, ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇല്ല ഭഗവാനെ അവർക്ക് ബോറടിക്കും. ഇത് അന്ന് തുടങ്ങിയ ബോറടി ഈ വാക്കാ, അതുകൊണ്ടാണ് ഭഗവാൻ ഇപ്പോഴും ഇന്നും എന്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി അവളുടെ ബോറടി ഇങ്ങനെ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു ബോറടിക്കും, അവർക്ക് ബോറടിക്കും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞില്ല, അത് ഭഗവാൻ ദേഷ്യമായി. രണ്ടാമത് ഈ ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ പോയത് ജിനുവിന്റെ അടുത്ത് പറഞ്ഞില്ലേ, പക്ഷെ സാറിന്റെ അടുത്ത് പറയുമ്പം ആ ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിലെ മാത്രമാണ് പറയുന്നത്. ഗണപതി പപ്പയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അതിന് മുമ്പ് എനിക്ക് ഉണ്ടായ അനുഭവങ്ങളൊന്നുമേ ഞാൻ പറയുന്നില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു അത് പറയാന്ന് പറയുന്നുണ്ട്. ഇത് സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു, അത് ഞാൻ ബ്രഹ്മമുരളികയില് ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയൊരു എപ്പിസോഡ് പോലെ, എന്താണ് ബ്ലിസ്ഫുൾ മൊമെന്റ്സ് വിത്ത് കൃഷ്ണ. ഞാൻ പറഞ്ഞു അതിൽ അവർ കണ്ടോളൂ, ഇങ്ങനെ ഞാൻ മനസ്സിൽ സാറിനോട് സംസാരിക്കുന്നത് തന്നെയാണ് ഞാൻ ഭഗവാനോട് കോൺവെർസേഷൻ, ഞാൻ അതിൽ കണ്ടോളൂ. അപ്പം ഭഗവാൻ അറിയാം ഞാൻ ഒരാളുടെ അടുത്ത് പോലും ഇപ്പൊ ഈ ചാനലിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ബ്രഹ്മമുരളികയുടെ പേര് പറയുന്നത്. അതായത് നമുക്കറിയാവുന്ന ആരോടും ഞാൻ പറയത്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഒന്നും അങ്ങനെ സംഭവം പറയത്തില്ല. എനിക്കൊരു അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഭഗവാൻ അപ്പോൾ ഉടനെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, പിന്നെ നീ ഇപ്പൊ ബ്രഹ്മമുരളിയുടെ പേര് പറഞ്ഞത് തന്നെ എനിക്കറിയത്തില്ലേ നിന്നെ. അപ്പൊ ഞാൻ അതും കട്ട് ചെയ്തു. അപ്പൊ ഈ രണ്ട് കാര്യത്തിൽ ആൾക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. പറയാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് അപ്പൊ സാറിന്റെ ദേവരാജൻ സാറിന്റെ ഇത് എപ്പിസോഡ് വന്നല്ലോ, അതിലൊരു കമന്റ് താഴെ ഈ സംഭവം എല്ലാം കഴിഞ്ഞ് താഴെ ഒരു കമന്റ് ഒരാളിട്ടേക്കുന്നു. രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ നോക്കുവാണ്, പത്മനാഭ സോദരി ഇൻ ലളിതാ സഹസ്രനാമം. ഷീസ് എ പത്മനാഭ സോദരി ഇൻ ലളിത, അതായത് അവരെന്നെ പത്മനാഭ സോദരി എന്നാ വിളിച്ചത്. ഞാൻ ഈ ലളിതാ സഹസ്രനാമം ഒന്നും കാണുന്നില്ല, പത്മനാഭ സഹോദരി എന്ന് കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമം. ഞാൻ ഉടനെ പറയാം, അവര് പലതും പറയും കേട്ടോ, ഞാൻ നിങ്ങളുടെ സഹോദരി ഒന്നുമല്ല, ഞാൻ നിങ്ങളുടെ ലവറാ, അവരങ്ങനെ പലതും പറയും. ഇങ്ങനെ ഞാൻ ഭഗവാനോട് ദേഷ്യപ്പെടും കേട്ടോ, അവരെന്താ അങ്ങനെ വിളിച്ച്, ഞാൻ ഇങ്ങനെ പറയാം, അവർ പലരും അങ്ങനെ പലതും പറയും, ഞാൻ നിന്റെ ലവറാണ്, എന്നെ പിടിച്ച് സിസ്റ്റർ ആക്കല്ലേ, ഇങ്ങനെ ഞാൻ പറയുക. അപ്പൊ പറയാ, നിനക്ക് മനഃപൂർവ്വം ഞാൻ ആ പണിഷ്മെന്റ് തന്നതാണ്. ഞാൻ 2 കാര്യമാണ് നിന്റെ അടുത്ത് പറഞ്ഞത്, 2 കാര്യവും നീ അത് പറഞ്ഞില്ല. അതിന് മനഃപൂർവ്വം ഭഗവാൻ ആ ആളെ കൊണ്ട് എണീച്ചതാ, എനിക്കിത് വിഷമം വരുമെന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാൻ ഇന്നത്തെ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്റെ മനസ്സ് പ്രവർത്തിക്കാതെ ദൈവമേ ഭഗവാന് പറയാൻ എന്താന്ന് വെച്ചാൽ അത് പറയണേന്ന്. ഒന്നത് ദേവരാജ് സാറിന്. രണ്ടാമത് ദേവരാജ് സാറിന്റെ ഇതിലൊരു കമന്റ് വന്നു താഴെ, അത് ഭയങ്കര നോളജ് ഉള്ള ഒരു സ്ത്രീ ആയിട്ടേക്കുന്നേ. ഇവരിങ്ങനെ പറയുന്നല്ലോ, ഓം നമഃശിവായ ചൊല്ലിയ മരണം സംഭവിക്കും. ഞാൻ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എന്നെ പോലുള്ളവർക്ക് മനസ്സിലാവാൻ ഓം നമഃശിവായ ചൊല്ലി അവർക്കൊരു ഐഡിയ കൊടുത്ത അച്ഛന്റെ മരണ സമയമായത്. അല്ലാതെ എൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞില്ല അത് ഓം നമഃശിവായ ചൊല്ലാനൊന്നും. ഭഗവാൻ എന്നെ ഒന്ന് സേഫ് ആക്കിയത്, എന്റെ കുറ്റബോധം വരാതിരിക്കാൻ ആ അച്ഛനെ പോയി വിളിക്കാൻ വേണ്ടി. അത്രേ അവിടെ സംഭവിച്ചുള്ളൂ. പക്ഷെ അതിന്റെ താഴെ കമന്റ് ഇട്ടേക്കുന്നത്, എനിക്ക് നല്ലൊരു അറിവാണ് അത് കിട്ടിയത്. നമുക്ക് മെഡിക്കൽ സയൻസിലുണ്ട്, ഓരോ സെല്ലും പുതുതായിട്ട് ഉണ്ടാവുന്നതുകൊണ്ട് ഡിസ്ട്രോയും ആവുന്നുണ്ട്, അതിന് ഓട്ടോഫേജ് എന്നാ പറയുന്നത്. ഈ സംഭവം അവര് നല്ല വിശദീകരിച്ച് നമ്മുടെ ആ ഒരു ഇങ്ങനെ നല്ല രീതിയിൽ, ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ സ്പിരിച്വൽ രീതിയിൽ അവരെനിക്ക് കമന്റ് ഇട്ടേക്കും താഴെ. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ അവർ എഴുതിയേക്കുന്നു, അങ്ങനാണെങ്കിൽ ദിവസവും എത്ര യോഗികളും സിദ്ധികളും മരിക്കും, എത്ര പേര് ഓം നമഃശിവായ ചൊല്ലുന്നു. ഞാൻ ഭഗവാൻ എൻ്റെ അടുത്ത് ഓം നമഃശിവായ ചൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഞാനത് ഇപ്പൊ ഇവിടെ ക്ലിയർ ചെയ്യുന്നത് എന്താ വെച്ചാല്, അത് ക്ലിയർ ആയിട്ട് ഇപ്പൊ ഞാൻ വീണ്ടും ആളുകൾക്ക് പറയാണ്, ഞാനാണ് ഓം നമഃശിവായ അവരോട് ചൊല്ലാൻ പറയുന്നത്, ഭഗവാൻ അല്ല ഒരിക്കലും പറഞ്ഞത്. ഇത് ഇത്രയാണ് ദേവരാജൻ സാറിന്റെ സംഭവം. അത് കഴിഞ്ഞ്